ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. മക്കളോടും രക്ഷിതാക്കളോടും എല്ലാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ, ഭർത്താക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും പരിലാളനയും കിട്ടേണ്ട ഒരു സമയപ്പാന്നറിയോ? പ്രായമേറുന്ന സമയത്താണ്. ഇപ്പൊ ഇയാള് പറഞ്ഞതാണ് മൂപ്പരെ ഭാര്യന്റെ മക്കളെ ആരോ പ്രസവിക്കാനായിട്ട് കൊണ്ടും ഭാര്യനെ അങ്ങോട്ട് കൊണ്ടേതാണ്. അപ്പൊ ഭർത്താവ് പൊതുവേ അങ്ങനത്തെ ഒരു സൂക്കേട്. ഭാര്യ പ്രസവിക്കാനാകുമ്പോ ഗൾഫിലുള്ള മക്കൾ എന്ത് ചെയ്യും? ഉമ്മാക്ക് വിസ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു 3 മാസത്തെ വിസ. ഉപ്പാക്ക് പറയാൻ കഴിയോ കൊണ്ടോല്ല മോനെ, ഞനക്കിടാരുമില്ല. സത്യത്തില് നിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് നിന്റെ ഭാര്യക്ക് പ്രസവ ശുശ്രൂഷ നടത്താനല്ല, ഉപ്പാക്ക് റായത്തായിട്ട് ജീവിക്കാനാ. നീ വേറെ വഴി നോക്കിക്കൊള്ളു. കൂടിപ്പോയാ ഇല്ല. ഇത് പല വീട്ടിലുള്ള സംഗതിയാ. പിന്നെ ചില നല്ല വീടുണ്ടാവും. ഉപ്പാനോട് ചോദിക്കും, ഉപ്പ പറയാണ് മോൻ ഉപ്പ നല്ല ബന്ധത്തിലാ, ഉപ്പ ഭാര്യ പ്രസവിക്കാൻ തന്നെ. അപ്പൊ ഉമ്മ പറയും, അല്ല ഉപ്പ പറയും, ഒരു കാര്യം ചെന്നാല് നീ ഉമ്മാനെ അങ്ങോട്ട് കൂട്ടിക്കോ. അത് ഉപ്പയും മകനും നല്ല ബന്ധത്തിലാണെന്നുള്ള അടയാളാ. നീ ഉമ്മാനൊരു കാര്യം, ഉമ്മാനെ അങ്ങോട്ട് കൂട്ടിക്കുക. എനിക്ക് ഏതായാലും പങ്ങളും മറ്റവരെല്ലാം ഉണ്ടല്ലോ, പ്രശ്നമില്ല. അതൊരു സ്നേഹമുള്ള കുടുംബമാണ്. അധിക വീട്ടിലും അങ്ങനല്ല. ഉപ്പാന്റെ സമ്മതം ഇല്ലാതെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താണ് ഓനല്ലേ ചെലവിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പട്ടിണിയായി പോവും, മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പാന്റെ സമ്മതം ഇല്ലാണ്ട് ഉമ്മാനെ ഗൾഫിലേക്ക് കൊണ്ടുവന്ന മക്കളുണ്ടോ? നിങ്ങൾ ഗൾഫ് മാത്രമേ കാണുള്ളൂ, സ്വർഗം കാണൂല ഉമ്മമാരെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഭർത്താവിന്റെ സമ്മതം ഇല്ലാണ്ട് നിങ്ങൾ മക്കളെ കൂടെ ഗൾഫ് പോവുക പറ്റൂല. ഉപ്പാക്ക് ഒന്നെങ്കിലും ഉപ്പാക്ക് വിസ കൊടുക്കണം. അതിന് ഉപ്പ പഴയ പൊളിഞ്ഞ ഇസ്തിരിപ്പെട്ടിയ. ഉപ്പാപ്പക്ക് തീരെ വിലയില്ല. റോട്ടും വന്ന് പിള്ളേരിങ്ങനെ നടക്കുന്നു. മറ്റേ തമിഴന്മാർ പഴയ സാധനം ഉണ്ടാ, പഴയ സാധനം ആക്കിരി എടുക്കാൻ വേണ്ടി വരുന്നു. പിള്ളേർ ഓടി വന്നിട്ട് ഉപ്പാപ്പാനെ പറഞ്ഞു, ആ ഉപ്പാപ്പാനെ നോക്കിയിട്ട് ആള് വന്നിട്ട് ആക്രി. ഉപ്പാപ്പക്ക് വിലയില്ല. അങ്ങനത്തെ എത്ര വീടുകളുണ്ട്. മക്കൾക്ക് ഉപ്പാപ്പാനോട് ഒരു വിലയുമില്ലാതെ വയസ്സന്മാരായിട്ട് കിടക്കുന്ന ചുരുണ്ട് കിടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഭർത്താക്കന്മാരുടെ ഖിദ്മത്തിലാണ് നിങ്ങളുടെ സ്വർഗമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ താല്പര്യമുണ്ട്. തങ്ങളെ ചോദിക്കുന്നത്, എനിക്ക് ഭർത്താവുള്ള പെണ്ണാണോ നീ? തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. തങ്ങളെ ചോദിക്കുന്ന, നിനക്ക് ഭർത്താവുള്ള പെണ്ണാണോ നീ? അപ്പൊ പറയുന്ന ഭർത്താവുള്ളവളാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ്, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തോ, ആ വയസ്സനായ മനുഷ്യനില്ലേ, ബടിയും കുത്തി നടക്കുന്ന മനുഷ്യൻ, അവൻ മാത്രമാണ് നിന്റെ സ്വർഗം, അവൻ മാത്രമാണ് നിന്റെ നരകം. കർണോ